ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ വിങ്ങലിൽ ലോകം. വിശ്വാസം മങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയൻ. മാറിയ കാലത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയിലും പരിവർത്തനങ്ങൾ വരുത്തിയ വൈദികനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോഴും പല യാഥാസ്ഥിതിക നിലപാടുകളെയും ചേർത്തുപിടിച്ച സഭാനായകൻ. കത്തോലിക്ക സഭയ്ക്കും ലോക ജനതയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരിക്കലും മറക്കാനാവില്ല. റോമൻ കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായ ഹോർഗെ മരിയോ ബെർഗോളിയോ തന്റെ പേര് സ്വീകരിച്ചതു മുതൽ വ്യത്യസ്തനായിരുന്നു. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തെരഞ്ഞെടുത്തതിന്റെ അർത്ഥതലങ്ങൾ വലുതായിരുന്നു. മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ അദ്ദേഹം താമസമാക്കി. ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായി നിന്ന് പാവങ്ങൾക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കുമെല്ലാം വേണ്ടി വാദിച്ചു. യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണണമെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊണ്ടു. ചരിത്രപരമായ നിലപാടെടുത്തും സഭാ സിംഹാസനത്തിന്റെ മൂല്യമെന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഗർഭചിത്രം, സ്ത്രീ പൗരോഹിത്യം, സ്വവർഗ വിവാഹം എന്നിവയിൽ പരമ്പരാഗത നിലപാട് മാറ്റിയില്ല. അധികാരത്തിന്റെ മഹോന്നതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് പാപ്പയെ പ്രിയങ്കരനാക്കിയിട്ടുള്ളതും. 1969 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 1998 ആർച്ച് ബിഷപ്പും 2001 കർദിനാളുമായി. 2013 പോപ്പ് പദവിയിലെത്തുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പലതവണ അസുഖങ്ങൾ അലട്ടിയിരുന്നെങ്കിലും വിദേശ സന്ദർശനങ്ങളിലടക്കം വ്യാപൃതനായിരുന്ന മാർപ്പാപ്പ 89-ാമത്തെ വയസ്സിലാണ് ഓർമ്മയാകുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.